ഹായ്, അപ്പൊ ഞാൻ ക്ലോൺ കപ്പിൾ ചാനലിൽ നുഴഞ്ഞു കയറി ഇരിക്കുവാണ്. നുഴഞ്ഞു കയറി ഇരിക്കുവാണ്. ക്ലോൺ കപ്പിൾ ആണല്ലോ നിങ്ങൾ. നിങ്ങളുടെ ഇടയിൽ എത്രത്തോളം ക്ലോൺനെസ് ഉണ്ട് എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് അതിന്റെ പരിപാടികൾ എന്തൊക്കെയാ? നമ്മൾ നോർമൽ ടെലിപ്പതി പോലെ. ഞാൻ ബുക്കും പേനയൊക്കെ എടുത്തിരിക്കും. ഞാൻ മൊബൈലില്. ഓക്കെ, അപ്പൊ എന്താ പരിപാടി? ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഫസ്റ്റ് ഞാൻ മാമിയുടെ ഒരു ക്വസ്റ്റ്യൻ പറയും. അത് മാമിയും അതിന്റെ ആൻസർ എഴുതണം, മാമനും അതിന്റെ ആൻസർ എഴുതണം. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം എത്രത്തോളം പൊരുത്തം ഉണ്ട് എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമോ നല്ലോണം? നോക്കാം. ഓക്കെ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് മൊത്തം? 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം രണ്ടുപേരുടെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പം 20 ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഔട്ട് ഓഫ് 20 നിങ്ങൾ ടെലിപ്പതി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം മാർക്കിംഗ് ഒക്കെ കളിച്ച് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും. അതായത് നീ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ അതിന്റെ ആൻസർ എഴുതിയാൽ എനിക്ക് മാർക്ക്, എഴുതിയില്ലെങ്കിൽ മാമന് മാർക്ക്. ചാലഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. മാമിയുടെ ഫേവറേറ്റ് മൂവി? മലയാളം. ഫേവറേറ്റ് മൂവി. ഓക്കെ, മാമി പറ. ഏതാണ്? മണിച്ചിത്രത്താഴ്. ബാംഗ്ലൂർ ഡേയ്സ്. ബാംഗ്ലൂർ ഡേയ്സ് എപ്പോഴും കാണുന്ന, എന്റെ അറിവിലൊരു 10-20 തവണ കാണാറുണ്ട്. അത് റിപ്പീറ്റ് വാല്യൂ കൂടിയ ഫിലിം ആണല്ലോ. എന്റെ ഫേവറേറ്റ് മണിച്ചിത്രത്താഴ്. ഇതില് എനിക്ക് പോയിന്റ് ഇല്ല. ഞാനിതില് എനിക്ക് പോയിന്റ് ഉണ്ടെന്നല്ലേ. ഇനി മാമൻ. എന്റെ സിനിമ. മാമന്റെ ഫേവറേറ്റ് മൂവി? അങ്ങനൊന്നുമില്ലല്ലേ? അങ്ങനൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇല്ല. അങ്ങനെ ഫേവറേറ്റ് സിനിമ, ഒരു സിനിമയുടെ പേര് എഴുതാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊരു വെറുതെ ഒരെണ്ണം എഴുതാം, അതേ പറ്റും. ബാഹുബലി. ബാഹുബലി മലയാളം അല്ലല്ലോ. മലയാളം കുഴപ്പമുണ്ടോ? മലയാളം ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ മാർക്ക് വരും? ഓക്കെ, ഞാൻ ഓക്കെ, എനിക്ക് 2 പോയിന്റ്. 1 പോയിന്റ്. ശരി. ഓക്കെ, മനസ്സിലായി. ഇല്ല. ശരി. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മാമിയുടെ ഫേവറേറ്റ് കളർ? നമുക്ക് അറിയായിരിക്കും, സിമ്പിൾ ക്വസ്റ്റ്യൻ. കളർ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബ്ലൂ. ബ്ലൂ. അപ്പൊ എനിക്ക് എന്താ വേണ്ട? എനിക്ക് മാർക്ക് ഉണ്ട്. മാമന് മാർക്ക്. ഓക്കെ, ഇനി മാമന്റെ ഫേവറേറ്റ് കളർ? ഓക്കെ. ബ്ലാക്ക്. അപ്പൊ നമ്മുടെ ഒരു റൗണ്ട് ടെലിപ്പതി ഉണ്ട്. അപ്പൊ ഈ ബ്ലാക്കിനും എനിക്ക് പോയിന്റ് ഇല്ലേ? രണ്ടുപേർക്കും പോയിന്റ് ഉണ്ട്. ശരി. അപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ 2. മാമന് 1, മാമിക്ക് 1. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മാമിയുടെ ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്നാണ് എഴുതിയത്. എനിക്കെല്ലാം ബിരിയാണി. മാമന് പോയിന്റ്. അപ്പം ഇനി മാമന്റെ ഫേവറേറ്റ് ഫുഡ്? ഞാൻ കഴിക്കുന്ന എല്ലാ ഫുഡും എന്റെ ഫേവറേറ്റ് ഫുഡാണ്. പക്ഷെ എല്ലാം കഴിക്കില്ലെന്ന് മാത്രം, അത് വേറൊരു സ്റ്റോറിയാണ്. അത് ഡീറ്റെയിൽ ആയി അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ ഫിഷ് ബിരിയാണി
ഫിഷ് ഐറ്റംസ് പരിഗണിക്കാം. അപ്പൊ എനിക്ക് പോയിന്റ് ഇല്ല. അല്ല, രണ്ടുപേർക്കും പോയിന്റ് ഉണ്ട്. നമ്മൾ രണ്ടുപേരും പറഞ്ഞല്ലോ. ആണല്ലേ? അപ്പം ഈ റൗണ്ടിലും രണ്ടുപേർക്കും ടെലിപ്പതി ഉണ്ട്. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി എന്താ 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അല്ല 4ാമത്തെ. ബിഗ്ഗസ്റ്റ് ഫിയർ ആൻഡ് റീസൺ. നാമിയുടെ ബിഗ്ഗസ്റ്റ് ഫിയർ ആൻഡ് റീസൺ. എനിക്കത് മാത്രമേ ഉള്ളൂ. റീസൺ വേണം. എന്തുകൊണ്ടാണ്? കണ്ണ വന്ന് ബഹളം വെക്കുന്നുണ്ട്. സാധാരണ നമ്മൾ എല്ലാ വീഡിയോയും കണ്ണ ഉറങ്ങിയതിന് ശേഷം എടുക്കുന്നത്. ഇന്ന് ഇവരുള്ളത് കൊണ്ടാണ് നമ്മൾ അല്ലാണ്ട് വീഡിയോ എടുക്കുന്നത്. അവിടെ ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. എന്താ? ഫിനാൻഷ്യൽ ലോസ്. ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. റീസൺ. അതാണല്ലോ വേണ്ടത്. അപ്പൊ ഇനി മാമന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ പ്ലസ് റീസൺ. ഓക്കെ. എന്താ? ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം ഈ റൗണ്ടിലും ടെലിപ്പതി ഉണ്ട്. അപ്പം അടുപ്പിച്ച് 3 റൗണ്ടിലും ടെലിപ്പതി ഉണ്ട്. എനിക്ക് വയ്യ. ഇനി അടുത്തത് നമ്മൾ ക്ലോൺ കപ്പിളാണ് തെളിയിച്ചോണ്ടിരിക്കുക. യെസ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. മാമി ഒരു മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് പേഴ്സൺ ആണോ? ഒന്നും അല്ലാത്തതിന് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ. എന്നാലും കൂടുതലും പ്രിഫറബിളി എന്ന് മാത്രം. ആൻഡ് സിറ്റുവേഷൻ കൊണ്ടും നൈറ്റ്. അപ്പം ഇനി മാമൻ ഒരു മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് പേഴ്സൺ ആണോ? ഓഫ് കോഴ്സ്. അത് നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണമല്ലോ അല്ലേ? അല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നൈറ്റ് പേഴ്സൺ. ഓക്കെ. അപ്പം ഈ റൗണ്ടിലും ടെലിപ്പതി ഉണ്ട്. ഓ മൈ ഗോഡ്, 4 ക്വസ്റ്റ്യൻ നമ്മൾ ഒരേപോലെ. എനിക്ക് 4 അല്ലല്ലോ. സിനിമ മാത്രം കളറ് 4 തന്നെയാ. ഓ, ഞാൻ രണ്ടുപേരുടെ ഇട്ടെന്നുള്ളു. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാമി വീക്കെൻഡില് ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കാര്യം. ഏറ്റവും ചെയ്യുന്ന കാര്യമൊന്നും മാത്രമല്ല, ആ സമയത്ത് നമുക്ക് ആർക്കും അടുക്കാനൊന്നും പറ്റത്തില്ല. ബാക്കിയുള്ളവരെ മെനക്കെടുത്തിക്കുന്ന ഒരു കാര്യം കൂടെയാണ് ക്ലീനിങ്. കണ്ട് നിങ്ങൾ കണ്ട് അനുഭവിച്ചിട്ടുണ്ടല്ലേ? അപ്പം ഇനി മാമൻ വീക്കെൻഡില് ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന. കണ്ണ് സ്കൂളില്ല എന്ന് പറയുമ്പോൾ മാത്രമാണ് അത് വീക്കെൻഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലാതെ എനിക്കറിയത്തില്ല. നമുക്ക് ഓഫീസൊക്കെ സാറ്റർഡേ സൺഡേ ഉള്ളതുകൊണ്ട് വീക്കെൻഡ് ഒന്നും ഇല്ല. വീക്കെൻഡിൽ എന്താ ചെയ്യാൻ ഇഷ്ടമുള്ള? ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടിട്ടുള്ളൂ. എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നമ്മള് ഒരു ഇതായിട്ട് നോക്കണ്ട. സാധാരണ ഇപ്പൊ നമ്മൾ വീക്കെൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം ചെയ്യണം പോകും. മ്യൂസിക് ഷൂട്ടിംഗ്, റെക്കോർഡിംഗ്. ഞാൻ പ്ലേ വിത്ത് കണ്ണൻ എന്ന് എഴുതിയത്. പ്ലേ വിത്ത് കണ്ണൻ എപ്പോഴും ഉള്ളതല്ലേ, വീക്കെൻഡ് മാത്രമുള്ളതല്ലോ. ഈ റൗണ്ടിൽ മാമനാണ് ജയിച്ചിരിക്കുന്നത്. ഓ, എനിക്ക് പോയിട്ടില്ല. മാമനാണ് പോയത്. ഓ ആ, ശരി. ഇനി നെക്സ്റ്റ്, മാമിയുടെ ഫേവറേറ്റ് ആൻഡ്രോയിഡ് ഫോൺ. മോഡൽ വേണോ അത് ഏതെങ്കിലും ബ്രാൻഡ് മതിയോ? ബ്രാൻഡ് മതി. ഓഫ് കോഴ്സ് സ്ഥിരം സാധനം. ഇവളിത് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. സാംസങ്. ഓക്കെ. അപ്പൊ ഇനി മാമന്റെ ഫേവറേറ്റ് ആൻഡ്രോയിഡ് ഫോൺ. എന്താ ആൻഡ്രോയിഡ് പിടിച്ചത്? നമ്മൾ രണ്ടൊരു ആപ്പിൾ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആൻഡ്രോയിഡ് പിടിച്ചത്. ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ടൊരു 8 വർഷത്തോളമായി. സാംസങ് തന്നെയല്ലേ ഇത്? വേറെ ബ്ലാക്ക്ബെറി ഉണ്ടായിരുന്നു. അത് ആൻഡ്രോയിഡ് അല്ല, ബ്ലാക്ക്ബെറി. അപ്പൊ നെക്സ്റ്റ് ഒരു ചാലഞ്ച് പോലെയാണ്. ഞാനൊരു വേർഡ് പറയും,
അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു പാട്ട് എഴുതണം. അതിൽ എത്രത്തോളം ടെലിപ്പതി ഉണ്ടെന്ന് നോക്കും. അത് നമ്മുടെ ചലഞ്ച് അല്ലേ, നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നല്ലേ. അല്ല, നമ്മൾ രണ്ടും സെയിം Same പാട്ടാണോ എഴുതുന്നത്. അങ്ങനെ ശരി 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 ഓക്കെ അപ്പൊ ഞാൻ 3 വേർഡ് പറയാം. ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേർഡാണ് സെലക്ട് ചെയ്യാം. ഓക്കെ. രാത്രി, മിഴി, സന്ധ്യ. സെലക്ട് ചെയ്യുന്ന നമുക്ക് പറയാലോ. Okay. രാത്രി, മിഴി, സന്ധ്യ. സന്ധ്യ. സന്ധ്യയിൽ ഒരുപാട് പാട്ടൊക്കെ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഈ റൗണ്ട് നോക്കിയിട്ടില്ല. ഞാൻ ഇതേ സന്ധ്യ കണ്ണീരിട്ടുണ്ട്. ഓ, പെട്ടെന്ന് അത് കിട്ടുള്ളൂ. അപ്പം ഈ റൗണ്ടിൽ 2 പേർക്കും പോയിന്റ് ഉണ്ട്. ഓക്കെ. അപ്പം സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞു. പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്. പോയതിൽ ട്രിപ്പ് പോയതിൽ എനിക്കല്ലേ? മണാലി. ഓക്കേ. അപ്പം നെക്സ്റ്റ് മാമന്റെ പോയത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്. ഏതാ? താജ്മഹൽ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. മാമിയുടെ ഫ്രീ ടൈം ഹോബി. കൺഫ്യൂഷൻ ആണ് കേട്ടോ. അല്ല, ഒരു ഇന്റർവ്യൂവിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട്, ഹോബിയാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കണെങ്കിലും പിന്നെ എങ്ങനെ ഫ്രീ ടൈം ആവും. ഫ്രീ ടൈമിൽ ഒന്നും ചെയ്യാറില്ല, അതാണ് കറക്റ്റ് ആൻസർ. മാമിയുടെ ഹോബിയാണോ? ഹോബിയാണെങ്കിൽ ഹോബി ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ എണീറ്റിട്ടുണ്ട്. മാമിയുടെ ഹോബി ഇതിനുള്ള സമയമൊന്നും കിട്ടാറില്ല. only one. ഞാൻ മ്യൂസിക് ഫിലിംസ് ഒക്കെ എഴുതി ചെയ്യണം. മാമന്റെ ഹോബി കഴിഞ്ഞോ? പാട്ട്. അപ്പൊ ഇതില് മാമിക്കാണ് ഇപ്പൊ എങ്ങനെ? മാമന് 8 പോയിന്റ്സ് ആണ് ഔട്ട് ഓഫ് 10. 8 പോയിന്റ്സ്. ഓക്കേ. മാമിക്കാ? എനിക്ക് 8 പോയിന്റ്സ്. നമ്മൾ പ്ലോൺ കപ്പിളാണ് തെളിയിച്ചിരിക്കുന്നത്. അപ്പൊ കൊള്ളാം, നല്ല പരിപാടിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് ചോദ്യമൊക്കെ ആയപ്പോഴത്തേക്ക് എൻജോയ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഞാൻ 10 ക്വസ്റ്റ്യൻസ് എടുത്തു. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വേണമായിരുന്നു. പിന്നെ ഇത് എല്ലാ ക്രെഡിറ്റ്സും ഗഗന വിഎസിന് കൊടുക്കുന്നു ഈ പരിപാടിയിൽ. ഞങ്ങൾ അവളെ ഇങ്ങനെ അല്ല കേട്ടോ വിളിക്കുന്നത്, അതാ ഞാൻ ഫോമലായിട്ട് ഗഗന എന്ന് പറയണോ? പറഞ്ഞോ? ഞങ്ങൾ അവളെ വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് ക്വസ്റ്റ്യൻസ് സൂപ്പർ ആയിരുന്നു. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. ബൈ.